ബംഗാളിലെ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവമായിട്ടാണ് കാണുന്നത് കാളി. അത് സംഹാരമൂർത്തിയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്ന ഒന്നായി ആ സംഹാരമൂർത്തിയുടെ അടക്കം പേരുകൾ പരാമർശിക്കുന്ന ദേശീയ ഗീതത്തിൻ്റെ അവസാന ഭാഗങ്ങൾ മാറുമെന്നുള്ളത് കൊണ്ടാണ് ആ അവസാന ഭാഗങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പക്ഷെ പൂർണ്ണ രൂപത്തിലാണ് വന്ദേ മാതരം അവിടെ ചൊല്ലിയത്. അത് ചൊല്ലിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഓർഗനൈസർ എന്ന RSSൻ്റെ വാരികയിൽ മുഖ്യമന്ത്രി സതീശനെ അടക്കം പ്രശംസിക്കുകയാണ്. കേരളത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ചൊല്ലിയത് മാതൃകാപരമാണ് എന്നാണ് പറയുന്നത്. ഗവർണർ നേരത്തെ ഭാരതാംബ എന്ന ചിത്രം RSSൻ്റെ പതാക ഏന്തിയ ഒരു സ്ത്രീയുടെ ചിത്രവുമെടുത്ത് ഔദ്യോഗിക ചടങ്ങിന് വന്നപ്പോൾ പരക്കെ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. അപ്പോൾ രത്തൻ ഖേൽക്കറുടെ നിയമനം മാത്രമല്ല, BJPയുമായി അടുത്തു വരുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പോ അദ്ദേഹം ഒരു മംഗലാപുരം യാത്ര നടത്തി. സാധാരണ അദ്ദേഹം ധരിക്കാത്ത ഒരു കളർ ഷർട്ടുമിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അദ്ദേഹം യാത്ര ചെയ്ത് മംഗലാപുരത്ത് പോയി കണ്ടത് NDA മുന്നണിയിലെ ഒരു നേതാവിനെയും ഒപ്പം അദാനി ഗ്രൂപ്പിൻ്റെ മേധാവിയെയുമാണ്. ആ സന്ദർശനം ദുരൂഹമാണ്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത തകരുന്നതോടൊപ്പം BJP കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ വിശ്വാസ്യത ശക്തിപ്പെടുകയാണ്. അതുകൊണ്ടുകൂടിയാവണം ഹൈക്കമാൻഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന AICC ജനറൽ സെക്രട്ടറി മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനം സംബന്ധിച്ച ചോദ്യം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭരണക്കാരോട് പോയി ചോദിക്കുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തന്നെ ഭിന്നത രൂപപ്പെട്ട ഒന്നാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറെ നിയമിച്ചത്. അതുകൊണ്ട് അത് ദുരൂഹമായ ഒന്നാണ് എന്ന് മാത്രമേ ഇപ്പോൾ കാണാൻ കഴിയുള്ളൂ. ഇതുമാത്രമല്ല, നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ ശ്രീ VD സതീശൻ പറഞ്ഞത് ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നാണ്. ഖജനാവിൽ 6000 കോടിയോളം രൂപ ഉണ്ടായിരുന്നു എന്ന സത്യം അന്നത്തെ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അത് വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. ധനമന്ത്രിയെ പരിഹസിച്ചു. ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് 5429 കോടി രൂപ ഖജനാവിലുണ്ടെന്ന്. അതുമാത്രമല്ല, ഇത്തവണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ 1070 കോടി രൂപ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കൊടുക്കാൻ ഉത്തരവിറക്കിയിരിക്കുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള തുകയും ഈ ഖജനാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം വിതരണം ചെയ്യാൻ ഉത്തരവിറക്കിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആടിനെ പട്ടിയാക്കുന്ന, പട്ടിയെ പേപ്പട്ടിയാക്കുന്ന കള്ളപ്രചാരവേലിയല്ലേ ഈ നാട്ടിൽ കോൺഗ്രസും കോൺഗ്രസിനെ നയിക്കുന്നവരും സ്വീകരിച്ചു വരുന്നത് എന്നതിൻ്റെ ഉദാഹരണം ഇപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. അല്ല, രത്തൻ കേൽക്കറുടെ നിയമനം തന്നെ ദുരൂഹമാണല്ലോ. അത് ജനങ്ങളുടെ ഇടയിൽ ആ വിഷയം എത്തിക്കും. കാരണം ശനിയാഴ്ചകൾ തോറും
ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ ആ യോഗത്തിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരാളെന്നുള്ള നിലക്ക് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിൽ നടന്ന SIR പരിഷ്കരണത്തിൻ്റെ തെറ്റായ നടപടികൾ ഓരോന്നും വസ്തുതകൾ സഹിതം ചൂണ്ടിക്കാണിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ വസ്തുതകൾ നേരത്തെ CPIM നിരവധി പരാതികൾ കൊടുത്തിരുന്നു. ആ പരാതികൾ ഓരോന്നും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ തസ്തികയിൽ 2.5 വർഷം മാത്രം എത്തിയ ഒരു IAS ഉദ്യോഗസ്ഥനെ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് നിയമിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനൊട്ട് ഇദ്ദേഹത്തെ മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമില്ല. സാധാരണഗതിയിലുള്ള മാറ്റമാണെങ്കിൽ മനസ്സിലാക്കാം. അങ്ങനെ വന്നാൽ കേരള കേഡറായതുകൊണ്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന സ്ഥാനത്തായിരിക്കും ഇദ്ദേഹം ജോലി ചെയ്യേണ്ടി വരിക. പക്ഷെ ഇത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എന്നത് രാഷ്ട്രീയ നിയമനമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയെ, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ നിയമിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെക്രട്ടറിയായി ഒരാളെ ഉയർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു നിയമനമാണ്. അതിലാണ് കോൺഗ്രസ്സുകാരിൽ പോലും ഭിന്നതയുണ്ട് എന്ന വസ്തുത പുറത്തു വന്നിട്ടുള്ളത്.